നമ്മുടെ നാടും പരിസരങ്ങളുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലാണ്. ഇപ്പം അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും ഒരെലക്ഷൻ ഏകദേശം അതിൻ്റെ പരിസമാപ്തിയാവുകയും പിന്നീട് റിസൾട്ടുകൾ വരികയും അതിൻ്റെ ആഘോഷങ്ങളുമൊക്കെ നടക്കുന്ന ഒരു 10-15 ദിവസങ്ങളാണ് ഇനിയുള്ള ഈ സമയങ്ങളെല്ലാം. മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ത്രിതല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾക്കെല്ലാവർക്കും റോളുകളുള്ള, അഭിപ്രായങ്ങളുള്ള, ചർച്ചകൾ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരുടെയും സാന്നിധ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട്, നമ്മുടെയൊക്കെ പങ്കാളിത്തമുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ അറിയേണ്ട 1-2 ചെറിയ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഒരു സ്ഥാനാർത്ഥിയാവുക, ആളുകൾക്ക് സേവനം ചെയ്യുക എന്നത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമായി പറഞ്ഞത് അൻഫഅഹും ലിന്നാസ് എന്നാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ഒരു റേഷൻ കാർഡ് തയ്യാറാക്കി കൊടുക്കുക, ഒരു റോഡ് നിർമ്മാണത്തിൽ ഫണ്ട് പാസാക്കി കൊടുക്കുക, ഒരു ആശുപത്രി ചെലവിലേക്ക് പണം സ്വരൂപിച്ചു കൊടുക്കുക, ഒരു അഡ്മിഷന് വേണ്ടി റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരാളെ സഹായിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. ആ നീയത്തോടെ, ആ സതുദ്ദേശത്തോടു കൂടി ഒരാൾ പൊതുപ്രവർത്തനത്തിനിറങ്ങുക എന്നതും ഇസ്ലാമികമായി പുണ്യമാക്കപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, അത്തരമൊരു പുണ്യമാക്കപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ അറിയണം. അതിലൊന്നാമത്തെ കാര്യം ഞാൻ ആമുഖമായി പറഞ്ഞ് നമ്മൾക്കൊക്കെ അതിൽ പങ്കുണ്ട്. ഒന്നുകിൽ നമ്മൾ സ്ഥാനാർത്ഥിയാകാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം, വേണ്ടപ്പെട്ടവരുണ്ടാകാം, നമ്മളതിന്റെ സജീവ പ്രവർത്തകരാകാം, അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് ചെലവാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. ഇവിടെ നമ്മൾ 1-2 കാര്യം. ഒന്നാമത്തെ കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ട് പടച്ചോന് വെറുക്കപ്പെട്ട ഒരാളായിട്ട് മാറരുത് എന്ന ശാഠ്യം നമുക്കുണ്ടാകണം. ഞാനിത് ബോധപൂർവ്വമായിട്ട് പറയണത്. നമ്മളിപ്പോ ഈ പള്ളിയിൽ വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പടച്ചോന്റെ ഏക്കെന്ന് ജുമഅക്ക് ലഭിക്കേണ്ട മുഴുവൻ പുണ്യവും കിട്ടാനാണ്. അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് ഖുർആൻ ഓതി സൂറത്ത് ഗഫൊക്കെ ഓതി നിൽക്കണമെന്ന് വെച്ചാൽ പടച്ചോന്റെ ഏക്കെന്ന് നമ്മൾക്ക് ഇതിന്റെയൊക്കെ പ്രതിഫലം കിട്ടാനാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് വർഷത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ഈ സൽക്കർമ്മങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോഴേക്കും പൂർണ്ണമായും നഷ്ടപ്പെട്ട് പടച്ചോൻ ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മാറരുത്. അത് നമ്മുടെ ഉറച്ച തീരുമാനമാകണം. നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും മുദ്രാവാക്യം വിളിക്കുമ്പോഴും പ്രചരണത്തിനിറങ്ങുമ്പോഴും ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതിന്റെ പേരിൽ എനിക്ക് പരലോകം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന്. സഹോദരങ്ങൾ, എന്താ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ അറിയൂ? നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രചരണത്തിനിറങ്ങാം, ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കാം, സേവന പ്രവർത്തനങ്ങൾ, സ്ഥാനാർത്ഥിയുടെ മഹത്വങ്ങൾ, എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുള്ള വൈജാത്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചർച്ചക്കെടുക്കാം. പക്ഷെ അവിടെ നിന്ന് പുതിയ രാഷ്ട്രീയ മേഖല മാറിത്തുടങ്ങുന്നു എന്നത് നമ്മൾ തിരുത്തേണ്ട കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ വികസനങ്ങളോ അല്ലെങ്കിൽ ചെയ്യേണ്ട നന്മകളെ കുറിച്ച് പറയുന്നതിനപ്പുറം നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അതെന്താന്ന് വെച്ചാൽ എതിർ സ്ഥാനാർത്ഥി ആരുമാകട്ടെ അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവരെ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വ്യക്തിപരമായി, കുടുംബപരമായി അവരെ ആക്രമിക്കുകയും ന്യൂനതകൾ പറയുകയും ആളുകൾക്കിടയിൽ അപഹസിക്കുകയും ചെയ്യുന്നത് ഏതൊരു പാർട്ടിയുടെയും നയമായി മാറുന്നു എന്നത് മുസ്ലിമായ ഒരാൾ അവനവൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് തിരുത്തി മുന്നോട്ട് വരേണ്ട കാര്യമാണ്. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആശയങ്ങൾ തമ്മിൽ സംവാദങ്ങൾ കുറവാകുന്നു, വികസന പ്രവർത്തനങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ കുറവാകുന്നു. മറിച്ച് വ്യക്തിപരമായി നമ്മളുടെ എതിരായി നിൽക്കുന്നത് ആരാകട്ടെ അയാളെക്കുറിച്ച് ഇന്ന് വരെ നമ്മൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ നിൽക്കുന്നതോടുകൂടി പിന്നെ ന്യൂനതകൾ പറയാൻ തുടങ്ങി, ഗീബത്തുകൾ പറയാൻ തുടങ്ങി, നമീമത്തുകൾ ഹലാലാകാൻ തുടങ്ങി. അതിനിടയിൽ പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ, ഇതിൽ മുതലെടുപ്പ് നടത്തുന്ന ആളുകൾ,
അവർ ഏതായാലും പറയല്ലേ എന്റെ വക ഉണ്ടായിക്കോട്ടെ എന്ന വിധേന ഒന്നോ രണ്ടോ കളവുകൾ കൂടി കൂട്ടിച്ചേർത്താൽ സംഗതി കൊഴുക്കലായി. ഇതൊന്നും അറിയാതെ ഇതിന്റെ ഭാഗമായി മുദ്രാവാക്യങ്ങളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുന്ന ആളുകൾ ഇതൊക്കെ അവനവന്റെ ആശയമായി പ്രചരിപ്പിക്കുന്നതോടെ പടച്ചോന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാകും. ഇത് തിരുത്തണം. ഒരു കാര്യം അറിയണം, പ്രവാചകന്റെ ഹദീസുണ്ട്, എല്ലാവരും അറിയേണ്ട വാക്കാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിമിനെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഇസ്ലാമിൽ കുഫ്റാണ്, ദൈവനിഷേധമാണ്, പടച്ചോനെ ധിക്കരിക്കുന്നതിന് സമാനമാണ്. എന്നാൽ അതിലേക്ക് എത്തുന്ന സിബാബുൽ മുസ്ലിം, മറ്റൊരു മനുഷ്യനെ അയാളെ ആക്ഷേപിക്കൽ, അവഹേളിക്കൽ, അങ്ങാടിയിലിട്ട് വഷളാക്കൽ, മുദ്രാവാക്യത്തിൽ തെറിവിളിക്കൽ, പത്രങ്ങളിലും ചാനലുകളിലും ഒരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ ജീവിതത്തിലെ പോരായ്മകളെ കുറിച്ച് പരസ്യമായി പറയൽ, ജനങ്ങൾക്കിടയിൽ അതുവഴി ഫിത്നയുണ്ടാക്കി ലാഭം കൊയ്യൽ, അത് ഫുസൂഖുൻ. ഫുസൂഖ് എന്ന് പറഞ്ഞറിയോ? ഫുസൂഖ് എന്ന് പറഞ്ഞ അങ്ങേയറ്റം വൃത്തികേടാണ്, മ്ലേച്ഛകരമാണ്, തോന്നിവാസമാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത് നമ്മുടെ നിലപാടായിട്ടുണ്ടാകണം. ഏത് പാർട്ടി ആയിക്കോട്ടെ നിലപാടായിട്ടുണ്ടാകണം. ഞാൻ ഒരു ഇലക്ഷനിൽ ഭാഗവാക്കായതിന്റെ പേരിൽ എന്റെ പരലോകം പോകാൻ പാടില്ല. സഹോദരങ്ങൾ, നിങ്ങൾക്കറിയോ, ഒരു കാലത്ത് നല്ലവരായ മനുഷ്യരെ ഇതിന്റെ സ്ഥാനങ്ങളിലേക്കും ഇതിന്റെ ഭാരവാഹിത്വങ്ങളിലേക്കും ആളുകൾ തെരഞ്ഞെടുക്കുന്നു. ഇന്ന് എത്രയോ നല്ല മനുഷ്യരോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അല്ല എത്രയോ പാർട്ടിയുള്ള ആളുകൾ നല്ല മനുഷ്യരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയായി നിന്നുകൂടെ? പലരും സമ്മതിക്കണില്ല. സമ്മതിക്കാത്തത് കൊണ്ട് എന്തെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? നോക്കൂ, ഞാനും എന്റെ കുടുംബവും എന്റെ അയലോക്കക്കാരും മഹല്ലും പെണ്ണുങ്ങൾ വീട്ടുകാരൊക്കെ നല്ലംപോലെയാ പോണത്. ഞാനെങ്ങാനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ പിന്നെ ഇതുവരെ സലാം പറഞ്ഞോലി സലാം മടക്കാത്തവരും പറയാത്തവരും ഉണ്ടാകാണ് മൗലവി. എന്റെ ഏട്ടനത് അനുഭവിച്ചതാണ്. അതുവരെ ആ നാട്ടിൽ ഏറ്റവും നല്ല മനുഷ്യനായി ആളുകൾ പറഞ്ഞ ഒരാൾ, ഞാൻ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് പിന്നെ ഭാര്യന്റെ കുടുംബക്കാര് അപ്പുറത്തൊരാശയമാണെങ്കിൽ പഴയ ലോകിയല്ല. ഒരു സൊഫിൽ വന്ന് നിൽക്കണോല് കുറെ കാലം നിസ്കരിച്ചിട്ട് എന്താ അന്നെപ്പറ്റിയൊക്കെ എപ്പോഴല്ലേ നമ്മൾ മനസ്സിലാകണത്? ഗീബത്ത് പള്ളിന്റെ ഉള്ളെന്ന് പറയാൻ തുടങ്ങി. നിസ്കരിച്ച് പുറത്ത് കിടക്കുന്ന ആൾക്കാര് ജീവിതത്തിൽ ഇന്ന് വരെ പറയാത്ത, അതുവരെ നന്മ പറഞ്ഞ ആളുകളെ കുറിച്ച് മോശം പറയാൻ തുടങ്ങി. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ആശയത്തിലല്ല അയാൾ എങ്കിൽ സഹോദരങ്ങളെ, ആശയങ്ങളല്ലേ ഏറ്റുമുട്ടേണ്ടത്? ആശയങ്ങളല്ലേ ഏറ്റുമുട്ടേണ്ടത്? അവനവൻ മുന്നോട്ട് വെക്കുന്ന സൈദ്ധാന്തികമായ ചർച്ചകളല്ലേ മുന്നോട്ട് വെക്കേണ്ടത്? വ്യക്തിപരമായി അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഈ മനുഷ്യർ ആളുകൾ ഇന്ന് അനുഭവിക്കുന്നു. അത് ഫ്ലെക്സുകളിലായി, പ്രഭാഷണങ്ങളിലായി, നാട്ടിലിറങ്ങുന്ന പാട്ടുകൾ കേട്ടു നോക്കൂ. നിങ്ങൾ രാഷ്ട്രീയപരമായി പാട്ടുകൾ കേട്ടു നോക്കൂ. 10 പാട്ടുണ്ടെങ്കിൽ 7 പാട്ടും അവഹേളനങ്ങൾ മാത്രാണ്, തോന്നിയാസം മാത്രാണ്. ധൈര്യപൂർവ്വം മുഅ്മിനീങ്ങളാണ് നമ്മൾ. പള്ളിക്കെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ മ്യൂസിക് ഒഴിവാക്കുക, അങ്ങനെ ഒരു കുറ്റം പറയണ്ട. പള്ളിക്കെന്ന് സലാം വീട്ടി കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ നിന്ന് കേൾക്കാൻ പറ്റിയ എത്ര രാഷ്ട്രീയ പാട്ടുണ്ട്, എത്ര പാട്ടുകളുണ്ട് സഹോദരങ്ങളെ. ഇത് രചിച്ചവരിൽ നമ്മൾ ഉണ്ടാവൂലേ? ഇത് മ്യൂസിക് കൊടുക്കലിൽ നമ്മൾ ഉണ്ടാവൂലേ? ഇതിന് പൈസ കൊടുത്ത് അങ്ങാടി കൂടെ കൊടുക്കലിൽ നമ്മൾ ഉണ്ടാവൂലേ? വീണ്ടും പറയാൻ, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ മുന്നിലുണ്ടാകണം. പടച്ചോന്റെ ഒക്കെ കൂലുണ്ടാകും. പക്ഷേ ആളുകളെ അവഹേളിക്കുന്ന, മോശപ്പെടുത്തുന്ന, മനുഷ്യന്റെ ജീവിതത്തിന് അപമാനിക്കുന്ന, അത് ഫ്ലെക്സ് ബോർഡിലാക്കി അങ്ങാടിയിൽ വെക്കുന്ന, വീടാന്തരം കയറി അത്തരം ന്യൂനതകൾ മാത്രം വീടുകളിലേക്ക് ആളുകൾക്ക് കൈമാറുന്ന ഇത് രാഷ്ട്രീയ പ്രവർത്തനം അല്ല. അതിന് പടച്ചോന്റെ ഒക്കെ കൂലില്ല എന്ന് മാത്രമല്ല, അള്ളാന്റെ ഒക്കെ കുറ്റുണ്ടാകും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ. ഇത് ഗീബത്താണ്. ആ ഗീബത്തിൽ നിങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ അള്ളാന്റെ വാക്കാണ്. ആ ഗീബത്തിൽ പാട്ടുണ്ടാവും. നമ്മൾ പറയണം, ഇതിന്റെ മുകളിൽ എനിക്കൊരു പരലോകമുണ്ട്, ഇതിന് ഞാൻ ഉണ്ടാവില്ല, ഈ പാട്ടിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവില്ല. ആ മുദ്രാവാക്യം ഉണ്ടല്ലോ, മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ ജന്തുക്കളെ പേര് വിളിച്ചാണ്ട് മുദ്രാവാക്യം, മനുഷ്യന്മാരെ മുന്നിൽ പറയാൻ പറ്റാത്ത സാധനമുള്ള മുദ്രാവാക്യം, ഇരട്ടപ്പേര് വിളിച്ചാനുള്ള മുദ്രാവാക്യം, വാപ്പാന്റെ കുറ്റം പറഞ്ഞുള്ള മുദ്രാവാക്യം, അതിൽ ഞാൻ ഉണ്ടാവില്ല. ഞാൻ പാർട്ടി പ്രവർത്തകനാണ്, ഏത് പാർട്ടിയായിക്കോട്ടെ, പക്ഷെ ഇതിന് ഞാൻ ഉണ്ടാവില്ല. കാരണം ആ ഓരോ മുദ്രാവാക്യവും മലക്കാൾ എഴുതി വെക്കുന്നുണ്ട്. പരലോകത്ത് അല്ലാഹുവിന് മുന്നിൽ പറയേണ്ടി വരും, എന്തിനാ വിളിച്ചത്? ഓന് നമ്മൾ തമ്മിൽ ഒരു ജീവിതത്തിൽ ഒരു ശത്രുതയില്ല. 2 പാർട്ടി ആയതിന്റെ പേരിൽ അയാളുടെ ജീവിതത്തിലെ ഓരോ ന്യൂനതകളും, അയാൾ ചെയ്തതും ചെയ്യാത്തതുമായ, അവൾ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ അങ്ങാടിയിലിട്ട് ഒലുമ്പുന്നതിന് പ്രവാചകന്റെ വാക്കെന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുണ്ട്, വിശ്വാസികളായ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചേർക്കേണ്ടതാണ്. മൻ ബഹത്ത് മുസ്ലിമൻ, ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിനെ അവഹേളിക്കാൻ,
ഔ വറബഹു അയാളെ അടിക്കാൻ, ഔ ജൽദഹു അയാളെ നിന്ദിക്കാൻ. ചിലപ്പോ ചാട്ടവാർ കൊണ്ട് അടിച്ചിട്ടാകാം, നാവ് കൊണ്ട് അടിച്ചിട്ടാകാം, ഫ്ലക്സുകളിൽ വെച്ചിട്ടാകാം, പ്രഭാഷണങ്ങളിൽ കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലാകാം. നിന്ദിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ വാക്ക് ഹുബിസമിൻ റദ്അത്തിൻ അൽ ഖുബാൽ, നരകത്തിന്റെ അതിശക്തമായ പീഡനങ്ങളുടെ ഭാഗമായി നരകവാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന പുഴകളിൽ അവർക്കും അല്ലാഹു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുക. ഇതിന്റെ പേരിൽ ഒരു തെറ്റലോ, ഇതിന്റെ പേരിൽ ഒരു അവഹേളനമോ, ഇതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ന്യൂനതകൾ അങ്ങാടിയിലിട്ട് പറയുന്നതിലോ ഞാനുങ്ങൾ ഉണ്ടാകരുത്. പ്രവർത്തനം സജീവമാകട്ടെ, നന്മകൾ മുന്നോട്ട് വെക്കട്ടെ, സേവന പ്രവർത്തനങ്ങളും അവനവൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞു വോട്ട് വാങ്ങുക. മറ്റുള്ള പ്രവർത്തനങ്ങൾ ദീനീ വിരുദ്ധ പ്രവർത്തനാണ്. ഒരു കാര്യം എല്ലാവരും, യുവാക്കളടക്കം എല്ലാവരും, സോഷ്യൽ മീഡിയന്റെ കാലാണ്. സോഷ്യൽ മീഡിയന്റെ കാലത്തിന്റെ പ്രത്യേകം എന്താ സോങ്ങളെ? ചില ആളുകളുണ്ട്, അവർക്ക് ഇപ്പോഴുള്ള ജോലി മലക്കുകളുടെ ജോലി ഓല ഏറ്റെടുത്തേക്കാണ്. എന്താ മലക്കുകളുടെ ജോലി അറിയോ? ഓരോ മനുഷ്യന്റെ ന്യൂനതയും നന്മ ഓല രേഖപ്പെടുത്തുന്നത്. അതിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, അതിനൊരു ഫേസ്ബുക്കിൽ ഒരു ചാനൽ ഉണ്ടാക്കുക, എന്നിട്ട് ഓരോ അവനവന് ഇഷ്ടമില്ലാത്ത ഓരോരുത്തരെ പറ്റിയും എന്നിട്ട് പ്രത്യേക ക്യാപ്ഷൻ കൊടുക്കുക. എന്നിട്ട് തോൽപ്പിക്കാൻ വേണ്ടി PR വർക്കുകൾ നടത്തുന്ന ആളുകളിൽ ചിലർ ചെയ്യുന്ന ജോലി ഇതാണ്. മലക്കുകളുടെ ജോലി, CCTV ക്യാമറന്റെ ജോലി അവനാൻ ചെയ്യുക. പരലോകത്ത് പടച്ചോൻ കൊണ്ടുവരും. ഓരോന്നും എവിടുന്ന് കിട്ടിയതാണ്. എന്താ അറിയോ? ക്യാപ്ഷൻ ഇടുക. തോൽപ്പിക്കാൻ വിചാരിച്ച ഒരു വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവൾ ഭർത്താവിനോട് ചെയ്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നെക്കാനാണത്. എന്നിട്ട് അതിൽ ഏതെങ്കിലും കിട്ടിയ ആരെയൊക്കെയോ പറയുന്ന കാര്യങ്ങൾ ഇട്ടാണ്ട് ആളുകൾക്കിടയിൽ അപമാനിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുമ്പെപ്പോഴോ സംഭവിച്ച പോരായ്മ ഉണ്ടാവും. എനിക്കുണ്ടാവില്ലേ, നിങ്ങൾക്കുണ്ടാവില്ലേ സോങ്ങളെ? അത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വരുമ്പം 10 കൊല്ലം മുന്നത്തതും 8 കൊല്ലം മുന്നത്തതും സംഭവിച്ച കാര്യങ്ങൾ അങ്ങാടിയിലിട്ട് ചർവിത ചർവണം നടത്തി ആളുകൾക്കിടയിൽ രഹസ്യങ്ങൾ പരസ്യമാക്കി, ന്യൂനതകൾ പബ്ലിക്കാക്കി ആളുകളുടെ മുന്നിൽ അപമാനിതനാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. ആ ഏർപ്പാട് അള്ളാഹുവിന്റെ കിതാബ് ഒരു തവണ വായിച്ചാൽ മതി. പ്രവാചകന്റെ ഹദീസ് ഉണ്ട്. പ്രവാചകന് മിഅ്റാജ് രാവിൽ ചില മനുഷ്യന്മാർക്ക് അള്ളാഹു ഇരുമ്പിന്റെ നഖം, ലോഹത്തിന്റെ നഖം കൊടുക്കും അള്ളാഹു. എന്നിട്ട് അവർ സ്വന്തം നെഞ്ചകവും മുഖവും അതേ നഖം കൊണ്ട് മാന്തിപ്പൊളിച്ച് രക്തം പുറത്തേക്ക് വരും, വാവിട്ട് നിലവിളിക്കും. സ്വന്തം ശരീരത്തിന്റെ മുഖവും മാരടങ്ങളും അതിശക്തമായ വേദനയോടുകൂടി മാന്തി പുറത്തേക്ക് പൊളിച്ചു പുറത്തേക്ക് എടുക്കുന്നത് കണ്ടിട്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, മൻ ഹാ ഉലാ, ആരാണിവർ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി എന്താ അറിയോ? ഹാ ഉലായല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, അവർ ജനങ്ങളുടെ പച്ചമാംസം തിന്നവരാണ്. അതിന്റെ അർത്ഥം എന്താ നിങ്ങളെ? മനുഷ്യന്മാരെങ്ങനെ വെട്ടിയിട്ട് കട്ടം കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ പുഴുങ്ങി തിന്നാണോ? അല്ല, പച്ചമാംസം തിന്നവരാണ്. വയഖഊന ഫീ അറാളിഹിം, അവിടെ രഹസ്യങ്ങളെ, അവിടെ അഭിമാനത്തെ അവനവന്റെ പാർട്ടിക്കും അവനാന്റെ വിജയത്തിനും വേണ്ടി അങ്ങാടിയിട്ട് വിറ്റവരാണവർ. ഉണ്ടാകരുത്. ഇത് ഞാൻ ഒരൊറ്റ പാർട്ടിയല്ല പറഞ്ഞേ, ഞാനടക്കം ഓരോരുത്തർക്കും അവനവന്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാട് പരലോകത്തെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവും. അവർ പറയും ഇതൊക്കെ വേണ്ടി വരും, നമ്മളെ വേണ്ടി നോട്ടെ, നമ്മളെ ഇന്ന് മാറിക്കണം. ആ പ്രവർത്തനത്തിൽ നമ്മൾ മാറിക്കണം. അതിനൊരു സപ്പോർട്ട് ഉണ്ടാകരുത്. കാരണം അത് ഇലക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ കഴിയും. ഇലക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ കഴിയും. നമ്മൾ ഇതുവരെ ചെയ്ത അമലുകൾ മുഴുവൻ പരലോകത്ത് കിട്ടാത്തൊരവസ്ഥ വരും. പൊളിഞ്ഞ് പാളീസായി പോകും. നരകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന പ്രവർത്തനമായി മാറും. അത് നമ്മളിൽ നിന്നുണ്ടാകരുത്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടുകളിൽ സഹോദരിമാരാണല്ലോ സ്ഥാനാർത്ഥിമാർ. വൻപാപങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവും പ്രവാചകനും എണ്ണിയൊരു കാര്യം എന്താണ്? നല്ലവരായി ജീവിക്കുന്ന സഹോദരിമാരെ കുറിച്ച് മുഹ്സിനാത്ത്, നല്ലവരെ കുറിച്ച് അപവാദം പറയൽ വൻപാപത്തിൽപ്പെട്ടതാണ് എന്നാണ്. എന്താ വൻപാപം എന്ന് പറഞ്ഞാൽ? നിസ്കാരം കൊണ്ട് പുറത്തിട്ടൂല, നോമ്പ് കൊണ്ട് പുറത്തിട്ടൂല. ആ അപവാദം പിൻവാങ്ങി അള്ളാഹുവിനോട് തൗബ ചെയ്ത് ആ തൗബ അള്ളാഹ് സ്വീകരിച്ചാൽ മാത്രം പുറത്തിട്ടുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഗുരുതരമാണ് ചില കാര്യങ്ങൾ. ദീനും വന്ന് മാറിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. പരലോക വിശ്വാസം ഉൾക്കൊണ്ട് ചെയ്യാവുന്ന നന്മകളിൽ മുന്നിലുണ്ടാകുക, അല്ലെങ്കിൽ പരലോകം പോകും. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇത് നമ്മുടെ ഉണ്ടാകണം. നമ്മൾ എഴുതുന്നതിലും അനൗൺസ്മെന്റ് ചെയ്യുന്നതിലും ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതിലും ഒക്കെ ഇത് ഉണ്ടാകണം. ഞാൻ ആവർത്തിക്കുന്നു, സോഷ്യൽ മീഡിയന്റെ കാലാണ്. നമ്മൾ ആരെയെങ്കിലും കുറിച്ച് ഒരു പോസ്റ്റ് എഴുതുകയോ ഒരു വീഡിയോ തയ്യാറാക്കുകയോ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുകയോ ചെയ്തു, 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്തിരുന്നത്, നമ്മൾ എഴുതിയിരുന്നത്, നമ്മൾ പ്രസംഗിച്ചിരുന്നത് തെറ്റാ
തെറ്റായിരുന്നു, കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരുന്നു, നമ്മൾ പിൻവാങ്ങി. പക്ഷേ ഇത് പിടിച്ചവൻ, ഇത് അയച്ചവൻ, ഇത് റെക്കോർഡ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിച്ചവൻ 10,000-കണക്കിന് മനുഷ്യർ കണ്ടിട്ടുണ്ടാകും. ആ 10,000-കണക്കിന് മനുഷ്യരുടെ മനസ്സിലും ഒരാളെ കുറിച്ച് തെറ്റായ ചിന്ത ഉണ്ടാക്കിയതിന്റെ കുറ്റം നമുക്കുണ്ടാകും. പിന്നെ ചിലരുടെയെങ്കിലും വാദം, ആ വാദം പറഞ്ഞു പോലെ നിർബന്ധമാണ്. രാഷ്ട്രീയല്ലേ അതൊക്കെ ഉണ്ടാവും. നമ്മൾ അള്ള നന്നാകാൻ പറഞ്ഞ ഇവിടുന്ന രാഷ്ട്രീയല്ലേ അതൊക്കെ ഉണ്ടാവും, കച്ചവടമല്ലേ അതൊക്കെ ഉണ്ടാവും, ആഘോഷമല്ലേ അതൊക്കെ ഉണ്ടാവും, കല്യാണമല്ലേ അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ അള്ള ഈ ഗീബത്തിന്റെ മീമത്തും പറയേണ്ട എവിടുന്നാണ് പറയരുത് പറഞ്ഞ പള്ളിന്റെ ഉള്ളുന്നോ? നിങ്ങൾ റമദാൻ മാസത്തിലോ റമദാൻ മാസത്തിൽ നോമ്പോറ്റ് പള്ളിന്റെ ഉള്ളിൽ നിന്ന് ജുമയാക്കാൻ നേരത്തെ നിങ്ങൾ ഗീബത്തിന്റെ മീമത്തും പറയരുതെന്നാണ് അള്ളാന്റെ ആയത്ത്. അല്ല, മറ്റൊരു മനുഷ്യനെ അവഹേളിക്കുന്ന, ഞാൻ യുവാക്കളോട് പറയാൻ, യുവാക്കളെ നിങ്ങൾ നല്ല രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാകണം. മനുഷ്യന്മാരുണ്ടല്ലോ വേർതിരിച്ച് നിങ്ങൾ ആലോചിക്കൂ, ഒരു മനുഷ്യനെ പോയി വിളിക്കാൻ ആരെങ്കിലും ആളെ ആശയം പറഞ്ഞാൽ ഈ കമ്മിയാനടാ, ഈ കൊങ്ങിയാനടാ, ഈ മൂരിയാനടാ. എന്ത് സംസ്കാരാണിത്? നമ്മൾ ആരാണ്? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നവർ. അയാൾക്ക് പേരില്ലേ, അയാൾക്ക് ആശയല്ലേ? നമ്മളെക്കാളും ആദർശപരമായി മുന്നിൽ നടന്നിട്ട് ഈ പ്രസ്ഥാനങ്ങളെ മുഴുവൻ വളർത്തിയ നേതാക്കന്മാരാരെങ്കിലും എതിർ നേതാവിനെ കാണുമ്പോൾ ഈ കൊങ്ങിയല്ലടാ, ഈ കമ്മിയല്ലടാ, ഈ മൂരല്ലടാ എന്ന് പറഞ്ഞ ഒരു ലേഖനം, ഒരു വരി നമ്മുടെ നേതാക്കന്മാരാരെങ്കിലും ചെയ്തിരിക്കണോ? ഏത് പാർട്ടിന്റെ ആയിക്കോട്ടെ. അതെന്താണെന്നറിയോ? ആശയങ്ങൾ ഏറ്റുമുട്ടാൻ വിജ്ഞാനമില്ലാത്തതുകൊണ്ട് അവസാന തടവാണത്. അതിലേക്ക് നമ്മൾ അതപ്പതിക്കരുത്. ഇത് അരാജകത്വമാണ്, അതിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ അതിന്റെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെക്കുക. എന്നിട്ട് ആരാത് വിളിക്കണേ? ബാപ്പാനേക്കാളും പ്രായമുള്ള ഒരു മനുഷ്യനെ വിളിച്ചാണ്ട് തോന്നിയാസം വിളിക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് റമദാൻ മാസത്തിൽ ഇവിടുത്തെ കുട്ടികൾ മോശമാണ്, ആൾക്കാർ മോശമാണ്. നമ്മൾ ഈ പറഞ്ഞതിന് പരലോകത്ത് എന്താ പറയാ? അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ഹറാമായ വാക്കുകൾ, നരകം കിട്ടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ അയക്കുന്ന കാര്യങ്ങൾ. ഖുർആന്റെ ഒരു ആയത്തെത്ര മനോഹരം അറിയോ? എത്ര മനോഹരാണ്. അല്ലദീന, ചില മനുഷ്യന്മാരുണ്ട്, യുഹിബ്ബൂന, അവർക്കിഷ്ടമാണ്, അൻ തശീഅൽ ഫാഹിഷ, മോശപ്പെട്ട കാര്യങ്ങൾ സെൻഡ് ചെയ്യണിന്. ജുമാ ഖുത്ബ റെക്കോർഡാണ്ട്. ആർക്കപ്പൊക്കെ വേണ്ടി ഒന്നെന്നെ കേട്ടിട്ട് മനുഷ്യൻ നിൽക്കാൻ വയ്യ അവിടെ. അപ്പുറത്ത് 8 വട്ടം പൊക്കീന്റെ കഥ, ഒരാൾ തന്നെ 8 വട്ടം അയച്ചാണ്. കിട്ടിയില്ലേ? വ്യഭിചരിച്ചതിന്റെ കഥ വീണ്ടും അയക്കന്നെ. അടുത്തത് ബാപ്പാനിമാനി തച്ചീന്റെ കഥ വീണ്ടും അയക്കന്നെ. അതിന്റെ മാത്രം ഇഷ്ടം. അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിനെടുക്കുക, ലിങ്ക് അയച്ചെടുക്കുക, കിട്ടിയില്ലെന്ന് ചോദിക്കുക. അല്ലദീന യുഹിബ്ബൂന, അവർക്കിഷ്ടാണ്, അൻ തശീഅൽ ഫാഹിഷ, വൃത്തികേട് റെക്കോർഡ് ചെയ്യുക, വൃത്തികേട് ഉണ്ടാക്കുക, എന്നിട്ട് ആൾക്കാർക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുക. ഇങ്ങനെ ജീവിക്കാൻ ആ ജീവിതത്തിൽ നമ്മൾ പെടരുത്. പ്രവാചകന്റെ ഹദീസ് പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാൻ പ്രവാചകന്റെ വാക്കെന്നറിയോ? അഫലാ ഉഖ്ബിറുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? നമ്മുടെ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ബിശിറാറിക്കും, മനുഷ്യന്മാരെ കൂട്ടത്തിൽ പടച്ചോൻ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യന്മാരെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബാക്കൾ വെച്ചു, അള്ളാഹു റസൂലുള്ളാഹിക്ക് ഏറ്റവും ഷർറിന്റെ അങ്ങേറ്റാണ്. ബിശിറാറിക്കും, നിങ്ങൾ ഏറ്റവും വലിയ ഷർറുള്ള മനുഷ്യന്മാർ. സഹാബാക്കൾ നബിയെ പറഞ്ഞുതരൂ. ഖാലു ബലാ യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് പറഞ്ഞുതരിൻ. നബിന്റെ വാക്ക്, അൽ മുശാഊന ബിന്നമീമ, ആൾക്കാരുടെ കുറ്റവും കുറവും പറഞ്ഞിങ്ങനെ നടന്ന് അതിന്റെ പേരിൽ വോട്ടും വാങ്ങി അതിങ്ങനെ പബ്ലിസിറ്റി ആക്കി ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക. കഴിഞ്ഞില്ല. വൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, ഇഷ്ടപ്പെട്ട് ജീവിച്ചവർ, കുടുംബത്തിലെ ആൾക്കാര്, ചങ്ങായിമാര്, വ്യത്യസ്ത പാർട്ടിക്കാരന്, പക്ഷെ ഒന്നിച്ചാ ജീവിച്ച് ഒരു മഹല്ല വന്ന് ഓരെ തമ്മിൽ തെറ്റിക്കുക. എനിക്കോനെ ശരിക്കറിയാത്തോണ്ടാണ്, എനിക്കോനെ ഇത്രയും കാലമായതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്. ഇത് കുഴിച്ചാടതൊക്കെ ഞാൻ പറഞ്ഞുതരാൻ. ഇല്ലാത്തതും ഇല്ലതും പൊടിപ്പും തുങ്ങലും വെച്ച് പറഞ്ഞു നടക്കുക. ഇവരാണ് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷർറ്. അതിൽ നമ്മൾ പെടരുത്. ഇതാണ് ഒന്നാമത്തത്. രണ്ടെന്താ അറിയോ? ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പാർട്ടിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കാഫിറാകുകയില്ല എന്ന സൂക്ഷ്മത ഉണ്ടാകണം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥങ്ങളെ? പലർക്കും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന പലർക്ക്, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ട്. ഉണ്ടാക്കി പറയില്ല, അനുഭവങ്ങൾ കൊണ്ട് പറയാൻ. അനുഭവങ്ങൾ കൊണ്ട് മഗ്‌രിബിന്റെ ടൈമിൽ ഓടി വരുന്നുണ്ട്. എന്തേ? ബാങ്ക് കൊടുത്തിട്ടേ, ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോ ബാക്കിൽ നിസ്കരിക്കാൻ. എന്തേ? അസർ നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല. നമ്മൾ എന്താ നേരം കിട്ടുക? ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയിനിയോ?
ഇവിടെ ഇങ്ങനെ നടക്കണീന്റെ ഇടയ്ക്ക് അസർ നിസ്കരിക്കാൻ നേരം കിട്ടണില്ലെന്നോ ഒരു ഭക്തനായൊരു ഉപ്പ സ്നേഹത്തോട് വിളിച്ചു പറഞ്ഞു മൗലവി, എന്റെ മകനോട്, മകൻ എന്ന് പറഞ്ഞാൽ ചെറുതല്ലോ, 45 വയസ്സുണ്ട്, മകനോട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇങ്ങനെ തുടർന്നാൽ, ആ വാചക പ്രധാനം, ഇങ്ങനെ തുടർന്നാൽ, രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നല്ല, ഇങ്ങനെ തുടർന്നാൽ ബാപ്പാന്റെ ഒരു പ്രാർത്ഥനയിൽ മോണ്ടാവില്ല, ബാപ്പാക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അദ്ദേഹം നല്ല മനുഷ്യനാണല്ലോ, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ അതിന് കൊണ്ടുവരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ മൗലവി, നിങ്ങൾക്ക് അറിയോ, ഞാന് ഇവിടെ പള്ളി ഉണ്ടാക്കിയ ആളാണ്, ഇതിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ മകൻ ഉൾക്കൊള്ളുന്ന പാർട്ടിന്റെ വോട്ടിന് വേണ്ടി നടക്കുമ്പോ, ഇവിടെ നിസ്കാരം നടക്കുമ്പോ ഞാൻ എന്റെ മകനെ വിളിക്കാണ്, എടാ നിസ്കരിച്ചിട്ട് വാ പോകാം. ഓൻ എന്റെ കൂടെ നിസ്കരിക്കാൻ കൂടിയില്ലാന്ന് മാത്രല്ല, അന്ന് വൈകുന്നേരം വരെ അവൻ നിസ്കരിക്കാതെ ആളുകളൊപ്പം നടന്നു. കാരണം പറഞ്ഞപ്പം അവൻ പറയാൻ 10-45 വയസ്സുള്ള അവൻ എന്നോട് പറയാൻ, ഓലടിന്ന് എങ്ങനെയപ്പ ഞാനായിട്ട് നിസ്കരിക്കാൻ ഇറങ്ങിപ്പോകുക. ആ പരിപാടി നിർത്തണം. അത് രാഷ്ട്രീയമല്ല, ഏതാണോ നിസ്കാരം നിർവഹിക്കാൻ കഴിയാത്ത ഏർപ്പാട്, കച്ചവടാണോ, ടൂറാണോ, ബിസിനസ്സാണോ, അല്ല അധ്യാപന ജോലിയാണോ, നിസ്കാരം നിർവഹിക്കാൻ കഴിയാത്ത ഏർപ്പാടോ, അതാണ് സ്റ്റോപ്പാക്കണം. ലാ ഹവ്വ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ. കുത്തുകൊണ്ട് പള്ളിയിൽ വീഴാൻ നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അവസാനത്തെ വാക്കിൽപ്പെട്ട ഒന്നാണ്, കുത്തൊണ്ട് വീഴാണ് നിസ്കരിക്കുന്നതിന്റെ ഇടക്ക്. അപ്പോഴാ പറഞ്ഞ ലാ ഹവ്വ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സ്ഥാനമില്ലട്ടോ. ലിമൻ തറക അസ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവന് എന്ത് കാരണമായിക്കോട്ടെ, ഓൾറെഡി എങ്ങനെയാ പോരാ, തിരക്കൊണ്ട് പോയി. ഇതൊഴിവാക്കിയിട്ടുള്ളൊരു തിരക്കുണ്ടല്ലോ, അത് പാടില്ല, അത് പാടില്ല. നിസ്കാരം ഒഴിവാക്കി സഹോദരിമാർ, സ്ഥാനാർത്ഥികളായവരുണ്ടാകും, ഭാവിയിൽ ഇത് റെക്കോർഡ് ചെയ്ത് കേൾക്കണോലുണ്ടാവും. അറിയുക, ആരെ കൂടിയാകട്ടെ, നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഖുർആനിന്റെ ഒരു ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ട്, നാളെ പരലോകത്ത് അല്ലാഹു കോടിക്കണക്കിന് മനുഷ്യരെ ഒരുമിപ്പിച്ചു കൂട്ടും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരോടും അല്ലാഹുവിനെ കാണുമ്പോൾ അവർ സുജൂദ് ചെയ്യും, പടച്ചോന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. യൗമ യുക്ശഫു അൻ സാഖിൻ, അല്ലാഹുവിന്റെ കണങ്കാല് വെളിവാകുന്ന ദിവസം. വയുദ്ഔന ഇല സുജൂദ്, ആളുകളെ സുജൂദിലേക്ക് ക്ഷണിക്കും. ഫലാ യസ്തതിഊൻ, എന്നാൽ ചിലർക്ക് അല്ലാഹനെ കണ്ടിട്ടും അല്ലാഹന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും പരലോകത്ത് കഴിയൂല. ആർക്കാസോങ്ങളെ മദ്രസയിൽ പഠിക്കാത്തോണ്ടാ, നിസ്കാരത്തെ പറ്റി അറിയാത്തോണ്ട അല്ല, പിന്നെയോ ഖാശിഅത്തൻ അബ്സാറുഹും, അവരുടെ കണ്ണ് പേടിച്ച് വിറളി പിടിക്കും. എന്തേ കാരണം? വതർഹഖുഹും ദില്ല, അവർ അങ്ങേയറ്റം അപമാനിതരാകും. എന്തേ കാരണം അറിയോ? വഖദ് കാനൂ യദ്ഊന ഇല സുജൂദ് വഹും സാലിമൂൻ, അവർ വളരെ സുരക്ഷിതരായി സമാധാനമുള്ള ഒരു നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടും പടച്ചോൻ അവരെ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ സുരക്ഷിതമായി ജീവിച്ചവർ അന്നത് നിർവഹിച്ചില്ല. അതിൽ നമ്മൾ പെടരുത്. രാഷ്ട്രീയത്തിന് തിരക്കുണ്ടാവും, നിസ്കാരം മറന്ന ഒരു പ്രവർത്തനത്തിലും ബർക്കത്തുണ്ടാവില്ല. ജയിച്ചു എന്ന് വെച്ചോളി, ആ ജയത്തിലും ബർക്കത്തുണ്ടാവില്ല. അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരു പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ പടച്ചോൻ ചിലപ്പോൾ ജയിപ്പിക്കുന്നത് പോലും അയാളുടെ ജീവിതത്തിലെ അദാബായിരിക്കും. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കരുത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവർത്തനത്തിനിറങ്ങുന്നവരെ നിസ്കാരം കളഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തനത്തിനും നമ്മൾ ഇറങ്ങരുത് നമ്മുടെ ജീവിതത്തിൽ. മൂന്നാമത്തത് കൂടി പറയുന്നു, സഹോദരിമാരെ, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ കേരളം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിങ്ങളാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. നല്ലവരായ സഹോദരിമാർ, കഴിവുള്ള സഹോദരിമാർ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിവുള്ള, ആത്മാർത്ഥതയുള്ള, കുടുംബം അതിന് ത്വാക്കത്തുള്ള, അനുവദിക്കുന്ന നല്ല സഹോദരിമാർ മുന്നോട്ട് വരട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുമ്പോഴോ ഒരു സ്ഥാനത്തിലേക്ക് വേണ്ടി നമ്മളെ ആളുകൾ സെലക്ട് ചെയ്യുമ്പോഴോ അള്ളാഹുവിനെ മറക്കുന്ന, നിസ്കാരം ഒഴിവാക്കിയ പോലെ പടച്ചോന്റെ ദീനെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ചെറിയ രൂപത്തിൽ കാണുന്നു. അതുവരെ പള്ളിയിലുണ്ട്, ഇസ്ലാമിക വേഷമൊക്കെ ഉണ്ട്, ഫ്ലെക്സ് ബോർഡും ആകുമ്പം ഫോട്ടോ എടുക്കുന്ന ആളെന്തു പറയോ, ഇങ്ങനെ നിങ്ങളൊരു മഫ്തൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നാ തട്ടൊക്കെ ശരിക്കിട്ടാൽ ബാക്കിയുള്ളവരെ വോട്ടിട്ടൂല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. അതോടെ എന്താ അറിയോ, കുറച്ച് മുടി പുറത്ത് കാണാൻ തുടങ്ങി, കുറച്ച് കൈ മേപ്പിട്ട് കയറാൻ തുടങ്ങി, എന്നിട്ട് ആളുകൾ അതിനൊപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നിർദ്ദേശങ്ങൾ പറയാൻ തുടങ്ങി. സഹോദരിമാരുടെ ഒറ്റ കാര്യം, സഹോദരിമാരെ, ഭർത്താക്കന്മാരെ, നമ്മുടെ പെങ്ങന്മാരുണ്ടെങ്കിൽ, ഭാര്യമാരുണ്ടെങ്കിൽ, കുടുംബമുണ്ടെങ്കിൽ അറിഞ്ഞോളി, ഒന്നാമത് പറയുന്ന ആളുണ്ടല്ലോ,
അയാൾ പറയുന്നതനുസരിച്ച് നമ്മൾ ആദ്യം ദീനിൽ മാറ്റം വരുത്തിയാൽ കഴിഞ്ഞു. പിന്നെ അവസാനം വരെ ദീനൊണ്ടെടുക്കാൻ കഴിയില്ല. നമ്മൾ ഒന്നാമത്തെ പരീക്ഷനാണ് നമ്മുടെ ഭാര്യയോട്, പെങ്ങളോട് അവരത്തൊന്ന് തുറക്കാൻ വേണ്ടി പറയും. നമ്മുടെ ഭാര്യ വരാൻ നോക്കൂ, ഞാൻ ഇങ്ങനെ തന്നെ വേഷം ധരിച്ചാണ്ട് നല്ല രൂപത്തിൽ ആൾക്കാരോട് പെരുമാറാം, പക്ഷെ ഇതിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അളന്നു. നമ്മുടെ ജീവിതം അവർക്ക് ഏറ്റവും സംശുദ്ധമായ കാഴ്ചപ്പാടാക്കി മാറ്റാം. അവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ ആണുങ്ങളെ പോയി ആലിംഗനം ചെയ്യേണ്ടി വരും. കാണുന്നു മറ്റുള്ളവരുടെ തോളത്ത് കയറി വിജയാഘോഷ ദിവസം മറ്റൊരു പുരുഷന്റെ തോളത്ത് കയറിയിരിക്കേണ്ടി വരും. അവർ പിടിച്ച് നമ്മളെ പൊന്തിക്കും. കാരണം ആദ്യത്തേതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തു. പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും നമ്മൾ അവിടെ സാന്നിധ്യം ഉണ്ടാക്കും. അവർ പറയും, ആദ്യം പറഞ്ഞപ്പം തലമറക്കാതിരുന്ന നീ ഇപ്പെന്താണ്ട് ഒരു ദീന് വന്നത് എന്ന് ചോദിക്കുന്നൊരവസ്ഥയ്ക്ക് എത്തരുത്. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുണ്ടാകട്ടെ. പക്ഷെ ദീൻ പണയം വെച്ചാൽ പടച്ചോനും കൈവിടും, നാട്ടുകാരും പറയും, പടച്ചോൻ ആ പ്രവർത്തനത്തിൽ ബർക്കത്തും നിഷേധിക്കും. ഇത് സഹോദരിമാർ മറക്കരുത്. അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ കൈവിടുമ്പം അള്ളാന്റെ ആയത്ത് എന്താ പറയറിയോ? അള്ളാന്റെ ആയത്ത് പടച്ചോനൊരു നഷ്ടമല്ല. വലാ തകൂനു, നിങ്ങളാകരുത് കല്ലദീന നസൗ അള്ളാനെ മറന്ന ഒരാളാകരുത്. ഒരു അധികാരം കിട്ടുമ്പം 4 ഫ്ലക്സിൽ പേര് വരുമ്പം 2-3 മന്ത്രിമാര് വന്നിട്ട് നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് 2 പുകഴ്ത്തുമ്പം പടച്ചോനെ മറക്കരുത്. സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. അത് വിശദീകരിക്കേണ്ട വാക്കാൻ. പടച്ചോനെ മറക്കുമ്പം അല്ല പറയാൻ, നിങ്ങൾ ഇന്നല്ല മറന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറന്നത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം അറിയോ? 5 വർഷമോ അല്ലെങ്കിൽ നിശ്ചിതമായ കാലാവധിക്കുള്ളിൽ ഒരു പ്രസിഡന്റായി അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഭാഗമായി ഇവിടുത്തെ ജില്ലയുടെ ഭാഗമായി തെരഞ്ഞെടുക്കുന്നിടയിൽ അതിന്റെ ഭരിക്കുന്നിടയിൽ എങ്ങാനും നീ മരണപ്പെട്ടു പോയാൽ ഈ പറഞ്ഞൊരൊറ്റ ശിങ്കിടിമാരും ഉണ്ടാകൂല. അവസാന സമയത്ത് പടച്ചോൻ തന്ന ദീനിനെ ഇതിനു വേണ്ടി കളഞ്ഞു കുളിച്ചതിന്റെ ശിക്ഷ നിനക്കുണ്ടാകും. അതുകൊണ്ട് ധീരമായി ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ ഹൃദയപൂർവം ജനങ്ങൾക്ക് സേവനം ചെയ്യാനും നല്ല രൂപത്തിൽ സംസാരിക്കാനും അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിക്കൊടുക്കാനും ഇസ്ലാമികമായി ജീവിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്ന, മറ്റുള്ളവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാതെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്ന നല്ല വിഭാഗമായി ഇതിന്റെ ഭാഗമാകുന്ന സ്ഥാനാർത്ഥികളാകട്ടെ, ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരാകട്ടെ, വീട് വീടാന്തരം കയറുന്നവരാകട്ടെ, സമ്പത്ത് ചെലവഴിക്കുന്നവരാകട്ടെ, നമ്മൾ മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ ഇലക്ഷന്റെ സമയം നമ്മൾ ഈ പറഞ്ഞതിന്റെ ആകത്തുക വീണ്ടും ഞാൻ ഒരൊറ്റ വാചകത്തിൽ ചുരുക്കാണ്. എല്ലാവരും അവനവന് സത്യമെന്ന് തോന്നുന്ന, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ അവിടെ ആത്യന്തികമായി നമ്മൾ വിജയിപ്പിക്കേണ്ടത് നമ്മളെയാണ്. ആത്യന്തികമായി നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് ശൈത്താനെയാണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ആത്യന്തികമായി നമ്മൾ വിജയിപ്പിക്കേണ്ടത് നമ്മളെയാണ്, നമ്മളെ പരലോകത്തെയാണ്. ഈ പ്രവർത്തനത്തിന്റെ ഒക്കെ നീയത്ത് അങ്ങനെയാകണം. ആത്യന്തികമായി നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന ശൈത്താനെയാണ്. ആ കാര്യം നമ്മൾ മറക്കരുത്. രണ്ടാമത്തൊരു കാര്യം, ഒരു റമദാൻ ഇൻഷാ അല്ലാഹ് 2 മാസത്തിനുള്ളിൽ റമദാൻ വരികയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു വർഷത്തെ സക്കാത്തിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാ റമദാനും പറയാറുണ്ട്. അപ്പൊ സക്കാത്തിന്റെ കൊടുത്ത് ബാക്കിയുള്ളവർ പെട്ടെന്ന് നമ്മുടെ കമ്മിറ്റിയെ ഏൽപ്പിക്കുക. ഘട്ടം ഘട്ടമായി കൊടുക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഘട്ടം പെട്ടെന്ന് ഏൽപ്പിക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ പറയാനുള്ള കാര്യം, നമ്മളോട് ഒരുപാട് പ്രയാസപ്പെട്ട, നമ്മൾ അർഹരായ കുറെ ആൾക്കാർ നമ്മൾക്ക് സാമ്പത്തിക സഹായം ചോദിച്ചിട്ട് സക്കാത്തിൽ നിന്ന് കൊടുക്കേണ്ടത് ചോദിച്ചിട്ട് നമ്മൾക്ക് കത്ത് തന്നിട്ടുണ്ട്. കൊടുക്കാപ്പം നിലവിൽ സക്കാത്ത് കമ്പനിയൊക്കെ പൈസ തീർന്നിട്ടുണ്ട്. നമ്മൾ ചെലവഴിച്ചിട്ട് തന്നെയാ തീർന്ന്. അപ്പം സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്, നമ്മൾ അടുത്ത റമദാൻ തുടങ്ങിയ തൊട്ട് മുമ്പാണ് നമ്മൾ ഒരു വർഷത്തത് ചിലരെങ്കിലും കൊടുക്കാറുള്ളത്.
അങ്ങനെ എടുത്തു വെച്ച ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്